രാജ്യം ആര് ഭരിക്കുമെന്നുള്ള ചോദ്യങ്ങൾ ആളുകൾ പരസ്പരം ചോദിച്ചു തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇനി അതിനുള്ള ഉത്തരം ലഭിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ജൂൺ 4 അതിനുള്ള ഉത്തരം ലഭിക്കും. BJP തന്നെ മൂന്നാമതും ഭരണത്തിൽ തുടരുമോ അതോ 28ഓളം പാർട്ടികളുടെ പിന്തുണയോടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ എന്നറിയാൻ കേവലം 2 ആഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. പല സർവേകളും ചില അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമാകുമെന്നുള്ള വെളിപ്പെടുത്തലാണ് രാജ്യത്തെ സർവേ ഏജൻസികളിൽ മുൻപന്തിയിലുള്ള C4 നടത്തുന്നത്. ഇക്കുറി ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിച്ചാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ള പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രമുഖ തെരഞ്ഞെടുപ്പ് സർവേ ഏജൻസിയായ C4 സ്ഥാപകനായ പ്രേംചന്ദ് പലേട്ടി. BJPക്ക് അവർ പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ ലഭിക്കില്ല എന്നതാണ് ഒട്ടുമിക്ക സർവേകളുടെയും പ്രവചനമെന്നും ഭരണമാറ്റത്തെക്കുറിച്ച് ഓഹരി വിപണി പോലും മനസ്സിലാക്കി തുടങ്ങിയെന്നും ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. സമുദായങ്ങളെ ഭിന്നിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. അംബാനിയുടെയും അദാനിയുടെയും കള്ളപ്പണത്തെക്കുറിച്ചാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പുൽവാമയും അതുപോലെ ബാലാക്കോട്ടും BJPയെ സഹായിച്ചിരുന്നു. ഇത്തവണ അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ഇല്ലാത്തതിനാൽ മതത്തെ പ്രചരണ വിഷയമാക്കുവാനാണ് BJP ശ്രമിക്കുന്നത്. അത് BJPക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതിനകം വോട്ടെടുപ്പ് കഴിഞ്ഞ 4 ഘട്ടങ്ങളിൽ BJPക്ക് സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഭൂരിപക്ഷത്തിന് ആവശ്യമുള്ളതിലും കുറവ് സീറ്റുകളെ NDAക്ക് ലഭിക്കൂ എന്നതാണ് സൂചനകൾ. തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് വോട്ടർമാരുടെ പ്രധാന ആശങ്ക. കർണാടക, തെലങ്കാന, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളാണ് BJPയുടെ പ്രതീക്ഷകളെ തകിടം മറിക്കാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങൾ എന്നതാണ് പ്രേംചന്ദ് പലേട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. പ്രേംചന്ദ് പലേട്ടിയുടെ ഈ വെളിപ്പെടുത്തൽ വന്നതോടെ ശരിക്കും നെഞ്ചുവേദന വന്നിരിക്കുന്നത് അമിത്ഷായ്ക്കാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റുമെന്നതാണ് C4 സ്ഥാപകൻ പറയുന്നത്.